കാലഘട്ടത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരാശ്വാസം നൽകുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നമ്മുടെ ആ ആപത്ത് നേരത്ത് നമ്മളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് സന്തോഷമുള്ള സമയത്ത് മാത്രം ചേർത്ത് പിടിക്കുകയും ദുഃഖമുള്ള സമയത്ത് നമ്മളെ വിട്ടു പോവുകയും ചെയ്യുന്ന ആൾക്കാർ ലോകത്തുണ്ടെങ്കിൽ അവരെ നമ്മൾ വിശ്വസിക്കരുത്. ഏത് കഷ്ടപ്പാടും ദുഃഖത്തിലായാലും സങ്കടത്തിലായാലും നമ്മളെന്നും നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നോക്കണം. നമ്മളെപ്പോഴും വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. വന്ന വഴി ഒരിക്കലും മറക്കാതെ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുകയും അതിൽ പിന്നീട് നമുക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നമുക്കതിൽ ആശ്വാസമാണ്. ദൈവത്തിന് നമ്മളിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാലും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ ഒരു വ്യക്തിയോട് പറയുമ്പോൾ, നമ്മൾക്ക് അധികം വേണ്ടപ്പെട്ട ഒരാളോട് പറയുമ്പോൾ അതൊന്നും മുതലെടുക്കാതെ നോക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഒപ്പം നിൽക്കേണ്ടവർ. അല്ലാത്തവർ നമ്മളെ ചതിക്കുകയും അതിൽ പല ചതിക്കുഴിയിൽ വീണ് പെട്ടത് ഞാനാണ് ഏറ്റവും. അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ തൃശ്ശൂർ സെൻറ്റ് ജോസഫ് വലിയ സ്കൂളൊക്കെയാണ്. ആ സെൻറ്റ് ജോസഫിലുള്ള കന്യാസ്ത്രീമാർ അവിടെ സാധാരണക്കാരായ ജോലി ചെയ്യുന്ന ആൾക്കാരെ മാനസികമായി പീഡിപ്പിക്കുക എന്ന ഒരവസ്ഥ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാനതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിരിക്കുന്ന സിസ്റ്റേഴ്സിനെ മാത്രം പ്രാർത്ഥന പറയുന്നത്. അവിടെ നവീന എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും ശരിക്കും ചേരി പെണ്ണുങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. കന്യാസിമാരായാലും ലോകത്ത് നല്ലത് പറഞ്ഞു തരണവരായിരിക്കണം.